സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പാണുള്ളത്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. കനത്ത ചൂടായതിനാൽ അംഗനവാടികളിൽ കുട്ടികളെ അയക്കണമെന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. മാറ്റിവെക്കാനാകാത്ത പരീക്ഷകൾ ഉണ്ടെങ്കിൽ ചൂടിനെ അതിജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും കളക്ടർ പറഞ്ഞു. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് വേനൽ മഴയ്ക്ക് സാധ്യത. അതേസമയം സംസ്ഥാനത്തെ ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 106.35 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5600 മെഗാവാട്ടായി. 117.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച ശനിയാഴ്ചത്തെ റെക്കോർഡ് സർവകാല റെക്കോർഡായിരുന്നു. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി വേനൽ മഴ ഉണ്ടായെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പാലക്കാട് താപനില ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിലെത്തിയിരിക്കുകയാണ്. കനത്ത ചൂടായതുകൊണ്ട് തന്നെ അംഗനവാടികളിലൊക്കെ കുഞ്ഞുങ്ങളെ അയക്കണോ എന്നതൊക്കെ മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. മാറ്റിവെക്കാനാകാത്ത പരീക്ഷകൾ ഉണ്ടെങ്കിൽ ചൂടിനെ അതിജീവിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തണമെന്നൊക്കെ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇനി വേനൽ മഴയ്ക്ക് സാധ്യത. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേനൽ മഴ തന്നെയാണ് അതിന് പ്രധാന കാരണം. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 106.35 ദശലക്ഷം യൂണിറ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5600 മെഗാവാട്ട് ആയിട്ടുണ്ട്. 117.15 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഒരു സർവകാല റെക്കോർഡായി പ്രഖ്യാപിച്ചത്. എന്തായാലും വേനൽ മഴ ഇനിയും ലഭിക്കുകയാണെങ്കിൽ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന് തന്നെയാണ് KSEBയുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഗൗരവമായി കാണണം. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശൂർ കോടാലിയിൽ ഉറക്കത്തിനിടെ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ ദാരുണമായി മരണപ്പെട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ കുഞ്ഞിനുണ്ടായ ദുരന്തത്തിൽ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതിനൊപ്പം കുടുംബത്തിന്റെയും നാടിന്റെയും വേദനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ജലാശയങ്ങളിലും പുഴകളിലും കുളിക്കാൻ പോകുന്നവരും കുട്ടികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഈ കഠിനമായ വേനൽക്കാലത്തെ നമുക്ക് സുരക്ഷിതമായി മറികടക്കാമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫേസ്ബുക്കിൽ കൂടിയാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എത്തിയിരിക്കുകയാണ്. ഈ ഒരു മുന്നറിയിപ്പൊക്കെ ഗൗരവമായി കാണണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി
ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുന്നു. ദാഹമില്ലെങ്കിലും വെള്ളം കൂടുതൽ കുടിക്കാനൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃശൂർ കോടാലിയിൽ ഉറക്കത്തിനിടെ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരണപ്പെട്ട സംഭവമൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു ദുരന്തത്തിൽ തൻ്റെ ദുഃഖം രേഖപ്പെടുത്താനൊപ്പം തന്നെയാണ് ഈ ഒരു ചൂടിൻ്റെ ഒരു നിർദ്ദേശമൊക്കെ അദ്ദേഹം പറയുന്നത്. എന്തായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കർശനമായി പാലിച്ചുകൊണ്ട് ഈ ഒരു വേനൽക്കാലം സുരക്ഷിതമായി മറികടക്കണമെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ നിർദ്ദേശിക്കുന്നത്.